Good morning. Today going to talk about outdoor advertising. Marketing മാനേജ്മെൻറ്റിലെ 14th യൂണിറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഔട്ട്ഡോർ അഡ്വർടൈസിങ്, നോൺ പ്രിൻറ്റഡ് മീഡിയ. പ്രിൻറ്റഡ് മീഡിയ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി നോൺ പ്രിൻറ്റഡ് മീഡിയ. അതിൻ്റെ ഫസ്റ്റ് വൺ സിനിമ. സിനിമ ഹാസ് ബിക്കം വെരി പോപ്പുലർ ആൻഡ് യൂസ്ഫുൾ മീഡിയം ഓഫ് അഡ്വർടൈസിങ് ഇൻ റീസെൻറ്റ് ടൈംസ്. പോപ്പുലർ ആയിട്ടുള്ള ഒരു മീഡിയ ആണ് അഡ്വർടൈസ്മെൻറ്റിന്. അതിൽ എക്സിബിഷൻ സ്ലൈഡ്സ് ഇതുള്ള ടൈമിലൊക്കെ സ്ലൈഡ്സ് കാണിക്കുക, അതുപോലെ തന്നെ ഷോർട്ട് ഫിലിംസ്, കാർട്ടൂൺസൊക്കെ കാണിച്ചിട്ട്, സ്റ്റോറി കാണിച്ചിട്ട് ഒരു ജനറലി വൺ റീലൊക്കെ ആയിട്ട് കാണിക്കുന്ന ഒരു സിസ്റ്റം ഇപ്പം നിലവിലുണ്ട്. ഇനി ഇമ്പോർട്ടൻസ് ആൻഡ് ലിമിറ്റേഷൻ. ദിസ് ഈസ് വെരി ഇഫക്റ്റീവ് മീഡിയം ബിക്കോസ് ഇറ്റ് ഹാസ് ഡബിൾ ഇഫക്റ്റ്, ഓഡിയോ വിഷ്വൽ ആൻഡ് ഹിയറിംഗ് ആൻഡ് സീയിങ് ഇൻ കേസ് ഓഫ് ഫിലിം റീൽസ്. അതായത് ഓഡിയോ വിഷ്വലാണ്, അതുപോലെ തന്നെ ഹിയറിംഗ് ആൻഡ് സീയിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി ഇഫക്റ്റീവാണ്. ദ ഗവൺമെൻറ് പ്രിപ്പയർസ് ഡോക്യുമെൻ്ററി ഫിലിംസ് ഫോർ മാസ് പബ്ലിസിറ്റി ആൻഡ് എഡ്യൂക്കേഷൻ. ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്? ഡോക്യുമെൻ്ററി ഫിലിംസൊക്കെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഇഫക്റ്റീവ് ഓൺ ഇല്ലിറ്ററേറ്റ് പീപ്പിൾ ഓൾസോ. ഇത് ഇല്ലിറ്ററേറ്റ് പീപ്പിളിന് കൂടി ഇഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് വരുന്ന എക്സിബിഷൻസ് ആൻഡ് ഫെയേഴ്സ്. ഹോൾഡിംഗ് ഓൺ എക്സിബിഷൻ ആൻഡ് ഫെയേഴ്സ് ആർ വെരി പവർഫുൾ ആൻഡ് വെൽ ഓർഗനൈസ്ഡ് മീഡിയ ഓഫ് പബ്ലിസിറ്റി ഇൻ റീസെൻറ്റ് ടൈംസ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി കിട്ടുന്നതാണ് എക്സിബിഷൻസ് ആൻഡ് ഫെയേഴ്സ്. എക്സിബിഷൻ പ്യൂർലി കൊമേഴ്സ്യൽ ആൻഡ് എഡ്യൂക്കേറ്റീവ്. മെയിനായിട്ട് അത് ഇൻഫോമും ചെയ്യുക, എഡ്യൂക്കേറ്റ് ചെയ്യുക, പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഇൻഫോം ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. വൈൽ ഫെയർസ് ആർ വൈഡർ ടേം വിച്ച് മീൻസ് എക്സിബിഷൻ ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് അഡീഷൻ ടു സ്കോപ്പ് ഫോർ സെയിൽ. ഫെയർ എന്ന് പറഞ്ഞാൽ അതിന് എക്സിബിഷനും അതുപോലെ തന്നെ സെയിലും നടക്കുന്നുണ്ടായിരിക്കും. എക്സിബിഷൻസ് ആൻഡ് ഫെയർസ് ആർ ജനറലി ഓർഗനൈസ്ഡ് ബൈ സം ട്രേഡ് അസോസിയേഷൻസ് ആണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് ചെയ്യാറുണ്ട്. ഗവൺമെൻറ് ഏജൻസീസ്, എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽസ്, ഒക്കേഷണലി ഇൻ്റർനാഷണൽ വേൾഡ് ഫെയേഴ്സൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽസൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് പ്രൊഡക്റ്റിൻ്റെ എക്സ്പോർട്ട് ചെയ്യാനുള്ള പ്രൊമോഷന് വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസൊക്കെ കണ്ടക്ട് ചെയ്യാണ്. സ്പെഷ്യൽ എക്സിബിഷൻസ് മേ ബി ഹെൽഡ് ഇൻ കണക്ഷൻ വിത്ത് സ്പെഷ്യൽ കോൺഫറൻസ് ആയിട്ട് എക്സിബിഷൻസും കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ എക്സിബിഷൻസ് ആൻഡ് ഫെയേഴ്സ് ആർ ഡയറക്റ്റ് അപ്പീൽ ടു പൊട്ടൻഷ്യൽ ബയേഴ്സ് ഓഫ് ദ പ്രൊഡക്റ്റ്. അത് ഡയറക്റ്റായിട്ട് അപ്പീൽ ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള ബയേഴ്സാണ് അവിടെ വരുന്നുണ്ടായിരിക്കും, അവരെ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് മീറ്റ് ആൻഡ് ഹോൾഡ് ഡിസ്കഷൻസ് കോൺഫറൻസ് ഹെൽഡ് ഇൻ ദ എക്സിബിഷൻ ആൻഡ് ഫെയേഴ്സ്. സാധാരണഗതിയിൽ അതിൽ കോൺഫറൻസുകളും ഡിസ്കഷൻസൊക്കെ, ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ അവിടെ നടത്താറുണ്ട്. നെക്സ്റ്റ് ഒരു മോസ്റ്റ് കോമൺ ഇൻ്റർനാഷണൽ എക്സിബിഷൻസ് ആൻഡ് ഫെയേഴ്സിൽ സാധാരണ ഉള്ളതാണ് കോൺഫറൻസുകളും അതുപോലെ തന്നെ ഡിസ്കഷൻസും. ഇനി ഹോർഡിങ്സ്. അഡ്വർടൈസ്മെൻറ്റ് ഈസ് കോമൺലി ബൈ സ്ട്രക്ചർ ഓഫ് ഹോൾഡ് ദ ബിഗ് ഡിസ്പ്ലേ ബോർഡ്സ്. നമ്മൾ ഹോൾഡ് ചെയ്ത് വയ്ക്കുന്ന ഡിസ്പ്ലേ ബോർഡ്സുകൾ, അഡ്വർടൈസിങ് പിക്ചേഴ്സ്, സ്ലോഗൻസ്, കാർട്ടൂൺസൊക്കെ ആയിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ തന്നെ റോഡിലും ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കുന്നതാണ് ഈ ഹോർഡിങ്സ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് കളർഫുൾ ലൈറ്റ്സ്. നൈറ്റിലൊക്കെ കളർഫുൾ ലൈറ്റ്സിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള കമ്പനിയെ കുറിച്ചിട്ടുള്ള ഇമേജസും കാര്യങ്ങളൊക്കെ, പേരും അതിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നതും ഈ ഹോർഡിങ്സ് എന്നുള്ള കാറ്റഗറിയിൽ പെടുന്നതാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് ആൻഡ് ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ വെരി എഫക്റ്റീവാണ്. ലോക്കൽ ഏരിയയിൽ ഗുഡ് വില്ല് ഇൻക്രീസ് ചെയ്യാനായിട്ട്, എൻഹാൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷേ സ്കോപ്പ് ഈസ് വെരി ലിമിറ്റഡ്. കുറച്ച് പേര് മാത്രമേ അത് കാണുന്നുള്ളൂ, അവർക്ക് മാത്രമാണ് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് വരുന്ന റേഡിയോ ആൻഡ് ടെലിവിഷൻ. ഇതേപോലെ തന്നെ ഒരു ഇൻഡോർ പബ്ലിസിറ്റി ഉള്ളതാണ് റേഡിയോ ആൻഡ് ടെലിവിഷൻ. വേൾഡ് വൈഡ് നെറ്റ്വർക്കാണ്. മാസ് പബ്ലിസിറ്റി, ഗവൺമെൻറ്റൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മാസ് പബ്ലിസിറ്റിയാണ്. എഡ്യൂക്കേഷനും പബ്ലിസിറ്റിക്കും വേണ്ടി യൂസ് ചെയ്യുന്നതാണ് റേഡിയോ ആൻഡ് ടെലിവിഷൻസൊക്കെ. ഇമ്പോർട്ടൻസ് ആൻഡ് ലിമിറ്റേഷൻ പെർഹാപ്സ് ഗ്രേറ്റ് ഇൻഡിവിജ്വൽ അപ്രോച്ചാണ് അത്. ദ മീഡിയ റേഡിയോ ക്യാൻ ഹൈലി ഇഫക്റ്റീവ് റിമോട്ട് ഏരിയാസ്. ട്രാൻസിസ്റ്റേഴ്സ് ആസ് ഓൾസോ ഡു നോട്ട് നീഡ് എനി ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിലും റേഡിയോസ് വർക്ക് ചെയ്യും. ഇത് റിമോട്ട് ഏരിയയിലൊക്കെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളതാണ് റേഡിയോ എന്ന് പറയുന്നത്. പീപ്പിൾ ക്യാൻ ഹിയർ ദ റേഡിയോ വൈൽ ഡൂയിങ് ദ വർക്ക്. ദ മോർ അപ്ലിക്കബിൾ ടു വർക്കേഴ്സ് ഇൻ ഫാക്ടറീസ് ആൻഡ് ഹൗസ് വൈഫ്സ്. അത് ജോലി ചെയ്യുന്നതിനിടയ്ക്കും നമുക്കത് കേൾക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി ഇഫക്റ്റീവാണ്. ദീസ് ആർ ഇഫക്റ്റീവ് ഓൺ ദ ഇല്ലിറ്ററേറ്റ് ബയേഴ്സ് ഓൾസോ. ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ബയേഴ്സിനും അത് ബെനിഫിഷ്യലാണ്. പോയിൻ്റ് ഓഫ് സെയിൽ പബ്ലിസിറ്റി. ഇനി നമ്മൾ പോയിൻ്റ് ഓഫ് ഡിഫറെൻറ്റ് മീഡിയാസ് സെല്ലിംഗ് പോയിൻറ്റ്സുകൾ, വിൻഡോ ഡിസ്പ്ലേ, നമ്മൾ കടകളുടെ തന്നെ മുന്നിൽ ഡിസ്പ്ലേ ഇടുന്നത്, വിൻഡോ ഡിസ്പ്ലേ. ഹോൾസെയിലേഴ്സ്, മാനുഫാക്ചേഴ്സ് അവരുടെ പ്രൊഡക്റ്റിൻ്റെ എക്സിബിഷൻ, അത് എക്സിബിഷനായിട്ടല്ലാണ്ട് തന്നെ അവരുടെ ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ കളർഫുൾ ഡെക്കറേഷൻസൊക്കെ ചെയ്തിട്ട് ഷോക്കേസിലൊക്കെ വയ്ക്കുന്നതാണ്. സൈൻ ബോർഡുകൾ, കളർ ലൈറ്റൊക്കെ ഇട്ടിട്ട് അട്രാക്റ്റ് ചെയ്യാനായിട്ട്
നമ്മൾ അട്രാക്ട് പീപ്പിൾ ഇൻ നൈറ്റ് ടൈമൊക്കെ അട്രാക്ട് ചെയ്യാനായിട്ട് ചെയ്യുന്നതാണ് പോയിൻ്റ് ഓഫ് സെയിൽ പബ്ലിസിറ്റി. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ വൺസ് പീപ്പിൾ ആർ അട്രാക്റ്റഡ് ബൈ വിൻഡോ ഡിസ്പ്ലേ ദർ വിൽ ബി ഇമീഡിയറ്റ് ഇഫക്റ്റ്. നമ്മൾ അട്രാക്ട് ചെയ്ത് അപ്പോൾ തന്നെ ആ പ്രൊഡക്റ്റ് പോയി വാങ്ങുകയാണ് ചെയ്യുന്നത്. ദർ ആർ എൻഡ്ലെസ് നോവൽറ്റീസ് ആൻഡ് ആർട്ട് ഓഫ് വിൻഡോ ഡിസ്പ്ലേ യൂസിങ് മാനിക്യൂൻസ് ദെൻ്റെ ഈവൺ ലിവിങ് ഷോ ഗേൾസ് അങ്ങനെയുള്ള, അതായത് ഫുൾ ഹ്യൂമൻ സൈസ് ഡോളുകൾ, അതിലൊക്കെ നമ്മൾ അതിൽ ആർട്ടൊക്കെ ചെയ്തിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഇഫക്റ്റീവാണ്. അപ്പോൾ തന്നെ അതിന് ഡിമാൻഡ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. ഓക്കെ, താങ്ക് യു.